നമസ്കാരം. മദ്യവും ലഹരിയും കേരളത്തിലെ യുവജനതയെ മായിക ലോകത്ത് തളച്ചിടുമ്പോൾ സംസ്ഥാനത്ത് മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും ഇത് സമൂഹത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നും സർക്കാർ എത്രയും വേഗം സമഗ്രമായ മദ്യനയം പ്രഖ്യാപിക്കണമെന്നും മദ്യവിൽപ്പനയിൽ നിന്നും പിന്തിരിയണമെന്ന നയം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെസിബിസി മദ്യവിരുദ്ധ സമിതി രംഗത്തെത്തിയിരിക്കുന്നു. മനുഷ്യ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ സാമൂഹികവും ആരോഗ്യപരവുമായ പ്രതിസന്ധികളിൽ ഒന്നാണ് ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവും. മദ്യവും പുകയിലെയും മയക്കുമരുന്നുകളും സിന്തറ്റിക് ലഹരി വസ്തുക്കളും വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പ്രശ്നം അത് കേരള സമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നുവെന്ന തുറന്നെഴുത്തുമായി കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയും മറ്റ് സംഘടനകളുമൊക്കെ രംഗത്തുണ്ട്. സർക്കാരിന്റെ സമീപനം വരുമാന ആവശ്യം മാത്രമാണോ അതോ സാമൂഹിക ഉത്തരവാദിത്തത്തിലെ വീഴ്ചയാണോ? ഈ വിഷയമാണ് ഇന്നത്തെ ഷെഖിന ന്യൂസ് 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം കെസിബിസി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രസാദ് കുരുവിളയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോളും ചേർന്നു. പ്രിയ അതിഥികൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഞാൻ ശ്രീ പ്രസാദ് കുരുവിളയിലേക്ക് വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ പ്രസാദ് കുരുവിള, നമുക്കറിയാം ഇപ്പൊ ഇതുപോലെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ഒരു ആവശ്യമാണ് ഒരു നയം, വ്യക്തമായിട്ടുള്ള ഒരു നയം സർക്കാർ പ്രഖ്യാപിക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാകും ഇത്രയൊക്കെ ശബ്ദം ഉയർത്തിയിട്ടും പ്രതിഷേധം ഉയർത്തിയിട്ടും സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? UDFന്റെ മദ്യനയം അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് കെസിബിസി മദ്യവിരുദ്ധ സമിതിക്ക് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത്. അതും മദ്യത്തിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരുന്ന ഒരു നയമായിരിക്കണം UDF സ്വീകരിക്കേണ്ടത്. അല്ല, അത് തന്നെയാണ് ഈ UDFന്റെ മാനിഫെസ്റ്റോയും പറയുന്നത്. കാലങ്ങളായി UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ട കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എക്കെയാന്റെ കാലത്തും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിലും ഒക്കെ ഈ അവരുടെ മാനിഫെസ്റ്റോയിലും ഒക്കെ പറയുന്നത്, UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാലഘട്ടങ്ങളിലൊക്കെ പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരുന്ന ഒരു നയമായിരിക്കും UDF സ്വീകരിക്കുക എന്നതാണ്. എന്നാൽ നമുക്ക് അത് അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയാൻ കാരണം ഈ അബ്കാരി വർഷം ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണല്ലോ അബ്കാരി വർഷം എന്ന് പറയുന്നത്. അത് ഒരു 4 മാസം ഇവിടെ പിന്നിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഈ കടുംപെട്ട് അബ്കാരി പോളിസിയാണ് ഇപ്പോഴും തുടരുന്നത്. അത് ജനദ്രോഹപരമായ ഒരു പോളിസിയാണ് ഈ സർക്കാരും ഇപ്പോൾ നിലവിൽ പിന്തുടരുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഒരു അബ്കാരി പോളിസി UDF സർക്കാരിന്റെ BDF സർക്കാരിന്റെ അബ്കാരി പോളിസി അടിയന്തരമായിട്ട് രൂപീകരിച്ചുകൂടാ? അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ വക അബ്കാരി പോളിസി രൂപീകരിക്കുമ്പോൾ ജനാനുകൂലമായ അല്ലെ ജനദ്രോഹപരമല്ലാത്ത ഒരു പോളിസി രൂപീകരിക്കുന്ന അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഈ കാലയളവില് ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങളെ മദ്യവിരുദ്ധ കെസിബിസി പോലുള്ള അല്ലെങ്കിൽ മദ്യവിരുദ്ധ ഏകോപന സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളുടെ കൂടി അവര് കേൾക്കണമെന്ന് കൂടി നമ്മൾ കെസിബിസി മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കഴിഞ്ഞ ഒരു വർഷക്കാലം 2025-26 കാലയളവിലെ അബ്കാരി പോളിസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു കടുംപെട്ട് പോളിസിയാണ്. മദ്യശാലകൾ 29 ബാറുകളിൽ നിന്ന് 1000-നടുത്ത ബാറുകൾ സൃഷ്ടിച്ച ഒരു ഇടതുമുന്നണി സർക്കാരാണ് അധികാരം വിട്ട് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് 400-നടുത്ത്, അത് കൃത്യമായ കണക്കുകളൊന്നും ഇവര് പുറത്തു വിടുന്നില്ല. ആര് ചോദിച്ചാൽ ഇത് കണക്കുകൾ പുറത്തു വരുന്നില്ലല്ലോ. അപ്പം 400-നടുത്ത് ബെഫ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ, 4171 കള്ള് ഷാപ്പുകൾ, ഇതൊക്കെ ഈ 29-ൽ നിന്ന് കയറി വന്നതാണ്. അവര് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കടുംപെട്ട് പോളിസി കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രമാത്രം ഡാമേജ് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമില്ല. അത് പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാനം MP രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയായോണ്ട് ഇരുന്ന് ചെയ്ത പോളിസിയാണ്. അതുകൊണ്ടത് നിശ്ചയമായിട്ടും ആ പോളിസിയെ തിരുത്തി കുറിക്കുവാൻ ഈ നമ്മുടെ പുതിയ BDF സർക്കാർ തയ്യാറാകണമെന്ന് കൂടിയാണ് കെസിബിസി മദ്യവിരുദ്ധ സമിതിക്ക് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത്. ഞാൻ എല്ലാവരും വിസ്മരിച്ച് കളയുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കള്ള് ഷാപ്പുകൾ. കള്ള് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ കേരളത്തിലെ മുഴുവൻ പനകളും തെങ്ങുകളും ചെത്തിയാലും കേരളത്തിലെ കള്ള് ഷാപ്പുകളിൽ 1 മണിക്കൂർ നിൽക്കാനുള്ള കള്ള് പോലും കേരളത്തിലെ ഷാപ്പുകളിൽ ലഭിക്കുന്നില്ല. പക്ഷെ സമയം പറഞ്ഞിരിക്കുന്ന അത്ര സമയവും കേരളത്തിലെ ഷാപ്പുകളിൽ കള്ള് വിൽക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഈ സ്വാഭാവികമായിട്ടും ഈ വനകള് ഒരു ഷാപ്പിന്റെ പരിധിയിൽ അത്
തെങ്ങ് ആണെങ്കിൽ 50 വരെയാകാം എന്നുള്ള ഒരു പോളിസി ഉണ്ട്. 50 വൃഷ്ടം തെങ്ങ്, അല്ലെങ്കിൽ ഇതിനാണെങ്കിൽ നമ്മുടെ പനയാണെങ്കിൽ 30 വരെയാകാവുന്നതുണ്ട്. അപ്പൊ അത്രയും പനകളോ തെങ്ങുകളോ ചെത്തുന്ന ഒരു ഷാപ്പിനെ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, എല്ലാം ഒന്ന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിശോധിച്ച് നോക്കിയോ ഷാപ്പുകളുടെ കാര്യത്തിൽ അതിന്റെ പരിധിയിൽ തെങ്ങുകൾ ചെത്തുന്നതും അല്ലെങ്കിൽ പനകൾ ചെത്തുന്നതുമായ വൃക്ഷം എത്ര എണ്ണം ചെത്തുന്നുണ്ട്. അത് ചെത്തുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും റോഡിന് അഭിമുഖമായി മഞ്ഞപ്രതലത്തിൽ മനുഷ്യന് കാണാവുന്ന വിധത്തിൽ കറുത്ത അക്ഷരത്തിൽ അതിന്റെ നമ്പർ സൂചിപ്പിക്കണമെന്നൊക്കെയുണ്ട്. ഇപ്പം കള്ള് ഷാപ്പുകൾ മുഴുവൻ വെട്ടിക്കൂട്ടുകൾ ഉണ്ടാക്കുക. ആളുകൾ ചോദിക്കുമ്പോൾ പറയുന്നത് കള്ള് വരുന്നത് മുഴുവൻ പാലക്കാട് നിന്നാണ്. പാലക്കാട് ഇങ്ങനെ കള്ള് വരാൻ പാലക്കാട് എന്താ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടോ? അപ്പം വ്യാജക്കള്ളുണ്ട്. അപ്പം കള്ള് ഷാപ്പിൽ വരുന്ന കള്ള് തെങ്ങിന്റെ ആണെങ്കിലും പനയുടെ ആണെങ്കിലും കള്ളിന്റെ അവിടെ ആൽക്കഹോളിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന അതിന്റെ വീര്യം 8.5 ആകാൻ പാടുള്ളൂ എന്നാണ് കള്ള് ഷാപ്പുകൾ പരിശോധിക്കട്ടെ. അപ്പൊ കള്ള് ഷാപ്പുകൾ ഈ കഴിഞ്ഞ ഒരു അബ്കാരി വർഷം മുമ്പ് വരെ ശുദ്ധമായ കള്ളല്ലാതെ മറ്റൊരു സാധനം ഒരു പാനീയവും അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കളൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊരു അബ്കാരി പോളിസി നമ്മുടെ ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു അബ്കാരി പോളിസിയാണ്. ശുദ്ധമായ കള്ളല്ലാതെ മറ്റൊരു പാനീയമോ അല്ലെങ്കിൽ ഭക്ഷണമോ വിതരണം ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ കള്ള് ഷാപ്പുകളെല്ലാം കഴിഞ്ഞ അബ്കാരി വർഷത്തിൽ MP രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലയളവിൽ പ്രഖ്യാപിച്ച 2025-26 കാലയളവിൽ പ്രഖ്യാപിച്ച അബ്കാരി പോളിസിയിൽ അവര് പ്രഖ്യാപിച്ചിരിക്കുന്നു കള്ള് ഷാപ്പുകളിൽ ഭക്ഷണ വിതരണം നടത്താമെന്ന്. അതുകൊണ്ടുള്ള ഒരു ദൂഷ്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ കള്ള് ഷാപ്പുകൾ വരുന്നു. കള്ള് ഷാപ്പുകളിൽ വന്ന് അതിനോടൊപ്പം തന്നെ ഒരു ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് മദ്യപാന ശീലത്തിലേക്ക് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതില് കുട്ടികൾ മാത്രമല്ല, ചില കള്ള് ഷാപ്പുകളിൽ ഫാമിലി അടക്കം പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്ന ഒരു ലാഘവത്തോടു കൂടി കള്ള് ഷാപ്പിലേക്ക് പോകുന്ന ഒരു ചിത്രം ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ഇത് ഒരു കാലയളവ് വരെ ഈ കള്ളിന്റെ കാര്യം പറഞ്ഞാൽ മറ്റ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നു എന്നൊരു ചിന്ത വരും എന്നതുകൊണ്ട് പലരും അതിനെതിരെ പറയാതിരുന്നുണ്ട്. പക്ഷെ ഇനി അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കള്ള് ഷാപ്പുകളിൽ വരുന്ന കള്ളില്ലാതെ കള്ള് ഉത്പാദിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ, ആ സ്ഥിതിവിശേഷം കേരള സർക്കാർ, UDF സർക്കാർ നിശ്ചയമായിട്ടും പരിശോധിക്കണം. കള്ള് ഷാപ്പുകൾ കള്ള് കൊടുക്കേണ്ട നിലവിൽ ഒരു അബ്കാരി പോളിസി അല്ലെങ്കിൽ കള്ള് നിർത്തലാക്കുന്നവരെ അത് നിശ്ചയമായിട്ടും കള്ള് തന്നെ കൊടുക്കട്ടെ. വ്യാജക്കള്ള് ഉത്പാദിപ്പിച്ച് കൊടുക്കുവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന് കാണുന്നത് ഈ കള്ളിന്റെ കാര്യത്തിൽ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലധികമായി ഇത്രയധികം മദ്യശാലകൾ ഉണ്ടായ കാലഘട്ടമുണ്ടോ? ഇത് UDF ഉൾപ്പെടെയുള്ള മുന്നണികള് പ്രതിപക്ഷത്തിരുന്ന കാലയളവിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലേ? എന്നിട്ട് അവർ അധികാരത്തിൽ വരുമ്പോ ഇതിന് എതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് തീരുമാനം ആലോചിച്ച് അവർ പെൻഡിങ്ങിൽ വെച്ചൊരു കാര്യമാണ് വീര്യം കുറഞ്ഞ മദ്യം. ഇടതുപക്ഷ മുന്നണി അത് നിശ്ചയമായിട്ടും KCPC മധ്യവർത്തി സമിതി പോലുള്ള മധ്യവർത്തി ഏകോപന സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പുകളെയും സമ്മർദ്ദങ്ങളെ തുടർന്നാണ്, അല്ലെങ്കിൽ വൻ സമര പ്രതിഷേധ പരിപാടികൾ, പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവരത് പെൻഡിങ്ങിൽ വെച്ചത്. അങ്ങനെ വെച്ചൊരു കാര്യത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം ഈ പുതിയ ഗവൺമെന്റും നടത്തുന്നുണ്ട്. പക്ഷെ UDFന്റെ മാനിഫെസ്റ്റോയോടും AK ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ ആ ഒരു മദ്യനിരോധന കാര്യങ്ങളോടും ആ കീഴ്വഴക്കങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും DDF സർക്കാർ ഈ വീര്യം കുറഞ്ഞ മദ്യം നമ്മുടെ സംസ്ഥാനത്ത് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഈ മാസം 30-ാം തീയതി UDFന്റെ ഏകോപന സമിതി കൂടുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവര് ചർച്ചയ്ക്കെടുക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കുകയോ, അപ്പൊ വീര്യം കുറഞ്ഞ മദ്യമാണ് ഈ കേരളത്തിലെ ജനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ ഈ ഭരണകക്ഷികളോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കട്ടെ. അതിനെന്താ ചെയ്യുന്നത്? വീര്യം കൂടിയ മദ്യം, ഇപ്പൊ വീര്യം കൂടിയ മദ്യം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ വീര്യം കൂടിയ മദ്യത്തിന്റെ വീര്യം കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരട്ടെ. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരിക. അതുപോലെ മദ്യശാലകളുടെ എണ്ണം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരിക. അങ്ങനെ മദ്യ നിരോധനം നടപ്പാക്കട്ടെ. ഈ മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്ത് മദ്യത്തിന്റെ മദ്യാസക്തി കുറച്ചെടുക്കാമെന്നുള്ള ചിന്ത ആളുകളുടെ
തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് കൂടിയാണ് KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഇവിടെ അഭിപ്രായപ്പെടാനുള്ളത്. മറ്റൊന്ന്, ഈ മദ്യത്തെ ഉദാരവൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും മാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന ആ പോളിസി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി KCBC മദ്യവിരുദ്ധ സമിതി നമ്മളിവിടെ അഭിപ്രായപ്പെടുകയാണ്. ഈ നമുക്കറിയാം, ഇവര് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മദ്യത്തിന്റെ ലഭ്യത കുറവാണ് മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണമെന്ന് പ്രചരിപ്പിച്ചു ഭരണക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്നവരാരും അല്ല മയക്കുമരുന്നിലേക്ക് കടന്നിരിക്കുന്നത്. അത് മുഴുവൻ പുതുതലമുറയാണ്, ഈ ജൻസിയാണ്. അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് മദ്യം യഥേഷ്ടം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ്. അപ്പൊ മദ്യത്തിന് ഒരു മാന്യത കൊടുക്കുക, മയക്കുമരുന്നാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യമെന്ന് ആളുകൾ പ്രഖ്യാപിച്ച് വിളമ്പുക. ശരിയാണ്, മയക്കുമരുന്ന് വലിയൊരു അപകടകാരി തന്നെയാണ്. പക്ഷെ ആ അപകടകാരിയെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിച്ചത് പൊളിറ്റിക്കൽ സപ്പോർട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായതാ. അല്ല എങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പം അത് ഈ UDF സർക്കാർ കടന്നു വന്ന അതേ സർക്കാർ ഏതുമായിക്കോട്ടെ, ശക്തമായൊരു ആക്ഷൻ എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. മാളത്തിൽ ചെന്ന് മയക്കുമരുന്ന് മാഫിയയെ അടിച്ചൊതുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ മയക്കുമരുന്നുകൾക്കെതിരെ പറയുന്നവർ തൂഫാൻ വാരിയേഴ്സിനെ ഒക്കെ നിശ്ചയിക്കുമ്പോ അവിടെ ലഹരി വിരുദ്ധ പ്രവർത്തകരെ, എന്നെ പോലെയും അഡ്വക്കേറ്റ് ആലപ്പൂർ സാറിനെ പോലെയും അല്ലെങ്കിൽ KCBC മദ്യവിരുദ്ധ സമിതിയും അല്ല മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ പ്രവർത്തകരെ പോലും ആ ഒരു കാര്യത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെന്നേ. അപ്പൊ ആ കാര്യത്തിലേക്ക് ഈ വാരിയേഴ്സ് ആയിട്ട് നിശ്ചയിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, അല്ലെങ്കിൽ മദ്യം കൊടുക്കുന്ന അവരുടെ മീറ്റിങ്ങുകൾക്ക് ശേഷം, അതായത് ഇപ്പോൾ നടക്കുന്ന ആ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിന് പിന്നിലും വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഇല്ല, അങ്ങനെ പറയില്ല. ആ പദ്ധതി നല്ലതാണ്, അതിന് KCBC മദ്യവിരുദ്ധ സമിതി സമ്പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. പക്ഷേ ഈ രമേശ് ചെന്നിത്തല ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അവരൊക്കെ കീഴ്ഘടകങ്ങളിലേക്ക്, പോലീസിന്റെ സംവിധാനങ്ങളിലേക്ക് തൂഫാൻ വാരിയേഴ്സിനെ നിശ്ചയിക്കാൻ അവസരം കൊടുത്തിരിക്കുക. പക്ഷേ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവര് ഈ കണ്ണി കാണുന്നവരെല്ലാം, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നവർ ആണെങ്കിൽ പോലും മദ്യപിക്കുന്നവരെയോ ലഹരി ഉപയോഗിക്കുന്നവരെയോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയോ ഗുണ്ടകളെയോ ഒക്കെ വെച്ച് പോകുന്നുണ്ട്. അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന സംഘടനകളെ പോലും തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് ഇവിടെ അവര് പ്രഖ്യാപിച്ച് ബാഡ്ജ് കൊണ്ട് കുത്തുന്നുണ്ടെന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ സംഘടനകളെ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് സർക്കാർ ഈ ഒരു കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല? ഇപ്പൊ അടിപൊളി ചാലിപ്പോളൊക്കെ ആണെങ്കിൽ പ്രഗത്ഭനായ ഈ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്ന ആളാ, അദ്ദേഹത്തെ ഉൾപ്പെടെ ഞാൻ പറഞ്ഞതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തകരെല്ലാം തന്നെ നല്ല പ്രഗത്ഭരായ ആളുകളുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തി വേണ്ട ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോ, അതായത് ലഹരി വിരുദ്ധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവരെ പോലുള്ള ആളുകളെ വേണ്ട മുൻപന്തി കൊണ്ടുവരണോ അല്ല സഹകരിപ്പിക്കേണ്ടോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, ഈ ലഹരി കടത്തിലേക്ക് ഈ അധ്യാപകരും വരുന്നല്ലോ. അതായത് 10,000-കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം പറ്റുന്ന അധ്യാപകർ പോലും, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഏതോ ഒരു മാധ്യമത്തിൽ കണ്ടു, കോഴിക്കോട് ഡോക്ടർ ലഹരി കടത്തിന് പിടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് 10,000-കണക്കിന് രൂപ സാലറി പ്രതിഫലം പറ്റുന്നവർ പോലും ഈ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി മറ്റു വഴികളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവരൊക്കെ എന്ത് മാതൃകയാണ് നമ്മുടെ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലഹരിക്കെതിരെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികൾ നിശ്ചയമായിട്ടും മദ്യത്തിനെതിരെ കൂടി വേണം. ഈ UDF-ന്റെ നയത്തോട് യോജിച്ച് നിന്നുകൊണ്ട് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാതെ വീര്യം കൂടിയ മദ്യത്തിന്റെ വീര്യം കുറഞ്ഞു കൊണ്ടുവന്ന് UDF-ന്റെ മാനിഫെസ്റ്റോയോട് കൂറുപുറത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ വർഷം ഈ രാജ്യത്തെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ഡാമേജ്, മനുഷ്യന് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഡാമേജ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ കൊലപാതകങ്ങള്, സ്വന്തം അമ്മയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുന്ന മകൻ, അല്ലെ, അപ്പനെ ഓടിച്ചിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്ന മകന്, ഇതുപോലെ എത്രയോ സംഭവവികാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം പിടിക്കപ്പെടുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അക്രമ കേസുകളിൽ പിടിക്കപ്പെട്ട് വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിനകത്ത് മദ്യക്കുപ്പിയുണ്ട്. അപ്പൊ മദ്യം ലഹരിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ എന്താണ്, നിങ്ങൾ ലഹരിയെ കുറിച്ച് പറ, മദ്യം ലഹരിയില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മദ്യം ലഹരി നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം വ്യക്തമായിട്ട് നടക്കുന്നുണ്ട് അല്ലേ?
ഒരു മാന്യവൽക്കരിക്കുന്ന ഒരു സമീപനം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കുടിക്കുന്നവനും പറയുന്നു, കൊടുക്കുന്നവനും പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട യൂണിയൻകാർ എല്ലാവരും പറയുന്നു, സർക്കാർ പറയുന്നു, എല്ലാവരും പറയുന്നു. മദ്യത്തെ ഒരു മാന്യവൽക്കരിക്കുക, മാന്യവൽക്കരിക്കുന്ന വലിയൊരു ഭയങ്കര അപകടമാണ്, അപകടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ലഹരിക്കെതിരെ, അതായത് മാരക രാസലഹരികൾക്കെതിരെ പ്രതികരിക്കുന്നത് പോലെ തന്നെ മദ്യത്തിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KCBC മദ്യനയ സമിതി ഇവിടെ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. ശ്രീ അഡ്വക്കേറ്റ് ചാർലി പോൾ, നമുക്കറിയാം ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാർ, ഇതിനു മുൻപുള്ള UDF സർക്കാർ, പല സർക്കാരുകൾ ആന്റണിയുടെ കാലത്താണെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിന് അതുപോലെ ഒരു നിലപാടിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ വരുമാനം, ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരുന്നത് മദ്യത്തിൽ നിന്നും അതുപോലെ തന്നെ ലോട്ടറിയിൽ നിന്നുമായിരുന്നു. അതായിരുന്നു കേരളത്തിന്റെ വലിയൊരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അത്തരം ഒരു വരുമാന മാർഗം വിട്ടുകളയാനുള്ള ഒരു മടിയുടെ പുറത്തായിരിക്കുമോ ഇപ്പോൾ വലിയൊരു വാഗ്ദാനമൊക്കെ നൽകി കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന UDF സർക്കാരിന് ആ ഒരു വരുമാന മാർഗം വിട്ടുകളയാനൊരു മടിയായിരിക്കുമോ ഇപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് നിലനിൽക്കുന്നത്? അതുപോലെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വരും കാലങ്ങളിലുള്ള ഒരു തലമുറ, അല്ലെങ്കിൽ വരും കാലഘട്ടത്തിലെ തലമുറയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് എന്തായിരിക്കും? ഇനിയിപ്പം ഈ ലഹരിയുടെ ഉപയോഗമായാലും ശരി, തൂഫാന്റെ ഒരു പോക്കായാലും ശരി, ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ രണ്ട് നിലപാട്, ഇപ്പൊ ലഹരിക്കെതിരെയായാലും ശരി, മദ്യപാനത്തിനെതിരെ ആയാലും ശരി, രണ്ട് നിലപാട് സ്വീകരിക്കുന്നതായിട്ട് ഒരു തോന്നലുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? തീർച്ചയായിട്ടും KCBC മദ്യനയ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിവരയിട്ട് ഞാൻ പിന്തുണയ്ക്കുക. അതെല്ലാം ശ്രദ്ധേയമായ പോയിന്റുകളാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ലഹരി വിരുദ്ധ പോരാട്ടം രാസലഹരികൾക്കെതിരെ മാത്രമായി അവർ ഒതുക്കുക. അതിനകത്ത് തെറ്റും നമ്മൾ പറയുന്നില്ല. കാരണം ആ മേഖലയിലുള്ള രാസലഹരികളെ ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. മറ്റൊന്ന്, ഇത് രണ്ടും തമ്മിലൊരു പ്രധാന വ്യത്യാസം, രാസലഹരികൾ നിരോധിക്കപ്പെട്ടവയാണ്. നിരോധിക്കപ്പെട്ട ഒരു വസ്തുവിന്റെ വ്യാപനം നടക്കുന്നത് ഒരു സർക്കാരിന്റെ കഴിവുകേടാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നത് അവിടെ നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണ്. പക്ഷെ വിഷയം അതല്ല. ശ്രീ പ്രസാദ് സൂചിപ്പിച്ച പോലെ ഈ മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നുകളായിക്കോട്ടെ, മനുഷ്യന് യാതൊരുവിധ നന്മയും പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുവല്ല. മാത്രവുമല്ല, ലോകത്തെമ്പാടുമുള്ള കണക്കെടുത്താലും ഇന്ത്യയിലെയും കേരളത്തിലെയും കണക്കെടുത്താലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ലഹരി വസ്തു എന്ന് പറയുന്നത് രാസലഹരി അല്ല. ചിലത് ഞങ്ങളുടെ മെക്കെട്ട് കയറും, മദ്യമാണ്. അപ്പൊ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മദ്യപാനത്തെ നമ്മളൊരു മാന്യവൽക്കരിച്ച് അത് വലിയ അപകടമില്ല എന്ന് കാട്ടിക്കൂട്ടുകയാണ്. നമ്മളിപ്പോ എല്ലാ ദിവസവും പത്രങ്ങളിലൂടെ വരുന്ന കേസ് എടുത്തു നോക്കിയേ, എല്ലാ രാസലഹരിയിലൂടെ അല്ല, കൂടുതൽ കേസുകളും കുടുംബങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളായിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, വിവാഹമോചനമായിക്കോട്ടെ, അങ്ങനെ വരുന്ന എല്ലാവിധ കേസുകൾ എടുത്തു നോക്കിയാലും അതിനകത്തൊക്കെ മുഖ്യ വില്ലൻ മദ്യം തന്നെയാണ്. രാസലഹരിയിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. രാസലഹരികൾ നിരോധിക്കുന്നതോടൊപ്പം തന്നെ നിരോധിക്കപ്പെട്ട വസ്തുവാണ്. മദ്യത്തിന്റെ ലഭ്യത ക്രമേണ കുറച്ചു കൊണ്ടുവരുന്ന മദ്യം ലഭ്യമല്ലാത്തൊരവസ്ഥ സംജാതമാക്കണം എന്നുള്ളതാണ് KCBC മദ്യനയ സമിതിയും മദ്യവിരുദ്ധ ഏകോപന സമിതിയും ഒക്കെ, മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, മദ്യനിരോധന സമിതി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ പോരാട്ടം വർഷങ്ങളായി തുടരുന്ന പോരാട്ടമാണ്. ഇപ്പോഴാണ് രാസലഹരിയുടെ വിഷയം വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കാൻ തുടങ്ങിയത്. ചെറിയൊരു ലഹരിയിൽ നിന്ന് വലിയ ലഹരിയിലേക്ക് സമൂഹം മാറി. പിന്നെ കൊണ്ടുനടക്കാനുള്ള എളുപ്പം, സൂക്ഷിക്കാനുള്ള എളുപ്പം, കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം എന്നൊക്കെ നോക്കിയിട്ടാണ് രാസലഹരിയിലേക്ക് മനുഷ്യൻ പതുക്കെ മാറിയത്. ഈ സർക്കാരുകൾക്ക് ശ്രീ പ്രസാദ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കാരിന് ഒരു പോളിസി വേണം. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പൊ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സർക്കാരിന് ഒരു പോളിസി വേണ്ടേ? അതുകൊണ്ടാണ് KCBC മദ്യനയ സമിതി ഒരു പോളിസി പ്രഖ്യാപിക്കുക. ഇത് ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിക്കേണ്ട പോളിസിയാണ്. നാളിതുവരെ ഈ പോളിസി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അടിയന്തരമായി ഒരു മദ്യനയം പ്രഖ്യാപിക്കണം. അപ്പൊ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു മദ്യനയം ഉണ്ടായിരുന്നു. അത് ക്രമേണ മദ്യം കുറച്ചു കൊണ്ടുവരുന്ന, മദ്യം ഇല്ലാതാക്കുന്ന ഒരു നയമായിരുന്നു. അതിന്റെ ഭാഗമായി 3 സ്റ്റാർ 2 സ്റ്റാർ പോലുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 29 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ നയം വ്യത്യസ്തമാണ്. മദ്യവർജനം എന്ന് പറയുന്ന നയമാണെന്ന് പറയുന്നത്.
സത്യത്തിൽ മദ്യവർജനം എന്ന് പറയുന്ന ഒരു നയമല്ല അത്. അതൊരു വ്യക്തി സ്വമേധയെ എടുക്കേണ്ട തീരുമാനമാണ്. അതിന് സർക്കാരിന്റെ ആവശ്യമൊന്നുമില്ല. ഈ രാജ്യത്തെ എല്ലാ മതങ്ങളും മദ്യം വേണ്ടെന്ന് വെക്കണമെന്ന് എല്ലാ മനുഷ്യരോടും എക്കാലവും പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രയോഗിച്ച് പരാജയപ്പെട്ട ഒരു ആഹ്വാനമാണ്. എന്നാൽ മദ്യത്തിന്റെ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചിട്ട് താങ്കൾ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പോൾ നിലവിൽ നിരവധി ബോധവൽക്കരണങ്ങളൊക്കെ നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ചിലപ്പോൾ നമുക്കൊരു പരിഹാസമായിട്ട് തോന്നിയേക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരി വസ്തു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇത് ക്യാൻസറിന് കാരണമാകും എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് കണ്ടിട്ട് എത്ര പേര് ഈ ലഹരി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടാവും? അപ്പോൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണമൊക്കെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി നമുക്കൊന്ന് വിലയിരുത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതിനെ അപ്പാടെ തള്ളിക്കളയുന്നില്ല. കാരണം നമ്മൾ ഈ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് പോരാട്ടവും അതിന്റെ അനുരണനങ്ങൾ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പുകവലിക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായി നടത്തി. ഇത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു വിഷയമല്ല. ഇപ്പൊ ഏതാണ്ട് 25 വർഷക്കാലം എതിരെയുള്ള പോരാട്ടം നടത്തി 1000 കോടി രൂപയോളം അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1000 കോടി രൂപ. അതിന്റെ ഫലമായി നമ്മൾ റിസൾട്ട് ഉണ്ട്. ഞാൻ എല്ലാ മധ്യവിരുദ്ധ പ്രവർത്തകരും പറയുന്ന പോലെ ബോധവൽക്കരണത്തിനെതിരെ പറയുന്നില്ല. ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ്. അപ്പൊ ഈ 25 കൊല്ലം കൊണ്ട് ഇപ്പൊ നമ്മൾ പുകവലി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തെ കാണുക സാധ്യമല്ല. പണ്ടൊരു വിവാഹ സദസ്സിലോ മറ്റെന്തെങ്കിലും സദസ്സിൽ ചെന്നാൽ പുകവലിക്കാനും മുറുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുറുക്ക് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്, ക്യാൻസർ വരും. പുകവലിയും നമുക്ക് വ്യാപകമായ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള നിരന്തരമായ ബോധവൽക്കരണത്തിന്റെ ഫലമായി റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ തന്നെ സഭ വ്യാപകമായി എതിർത്തിട്ട് പോലും കുടുംബാസൂത്രണ പ്രക്രിയ ഫലം കണ്ടിട്ടുണ്ട്. അപ്പൊ ബോധവൽക്കരണ പ്രക്രിയയ്ക്കും ഫലമുണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അത് മാത്രം പോരാ, ഈ ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ മദ്യ വർജനം എന്ന് പറയുന്നതിന് അപ്പുറത്ത് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സൂക്ഷിപ്പ്, ഈ 3 കാര്യങ്ങളിൽ നയം എന്താണെന്നാണ് പറയേണ്ടത്. അതാണ് ശ്രീ പ്രസാദ് പറഞ്ഞത്. അതല്ലാതെ മദ്യം വർജിക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയം ഒരു അഴകുഴമ്പൻ നയമാണ്. വെറുതെ നിങ്ങൾ ഉപദേശിച്ചാൽ മതി. ഉപദേശിച്ച് കഴിയുമ്പോൾ മനുഷ്യർ മദ്യപാനം നിർത്തും. അപ്പൊ മദ്യഷാപ്പിൽ പോകാൻ ആളില്ലാതെ വരും. അങ്ങനെ മദ്യശാലകൾ പൂട്ടിപ്പോരും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമാണിത്. ഇതൊരു രോഗമാണ്, തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. അപ്പൊ ആ തലച്ചോറിനെ ബാധിക്കുന്ന രോഗത്തിലേക്ക് പല കാരണത്താൽ മനുഷ്യർ എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ എത്തിപ്പെടുന്ന മനുഷ്യനെ ഒരു കാരണവശാലും നമുക്ക് ബോധവൽക്കരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഈ ബോധവൽക്കരണത്തിന്റെ അപകടം. എന്നാൽ ഇതുവരെ ഉപയോഗിക്കാത്ത തലമുറയിൽ അതിനകത്തേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുള്ളവരിൽ ഈ ബോധവൽക്കരണത്തിന് പ്രസക്തിയുണ്ട്. അല്ലാതെ ലഹരി മരുന്ന് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ബോധവൽക്കരിച്ചിട്ട് കാര്യം എന്താ? അയാൾക്ക് അതിനകത്തേക്ക് മാറാൻ പറ്റില്ല. അതാണ് ഈ ബോധവൽക്കരണത്തെ കുറിച്ചുള്ള വേറൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ബോധവൽക്കരണത്തെ പലരും തള്ളി പറയുന്നത്. പക്ഷെ പുതിയ തലമുറ, വ്യത്യസ്തമായ തലമുറ അപകട സൂചനകളെ കുറിച്ചുള്ള ഡയറക്ഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള തോന്നൽ അവനിൽ ഉണ്ടാക്കിയേക്കാം. അപ്പൊ അത് 100% ഫലപ്രദമൊന്നുമല്ല. പക്ഷെ എല്ലാ നന്മയുടെ പോരാട്ടങ്ങളെയും നമ്മൾ സ്വാഗതാർഹമായി തന്നെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റും അധികാരത്തിൽ വന്ന ശേഷം ഇവിടുത്തെ അപകടം എന്താ? പ്രസാദ് ഉൾപ്പെടെയുള്ള KCBC മദ്യസമിതി രംഗത്ത് വരാൻ കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഒരു തുടർച്ച പോലെ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരുന്ന ഒരു മദ്യനയം പ്രഖ്യാപിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതിന് വിപരീതമായിട്ട് അവരെന്ത് ചെയ്തു? പുതിയൊരു മദ്യത്തെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായത്. അതിന് വീര്യം കുറഞ്ഞ മദ്യമുണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ ഈ വൈനുണ്ട്, അതുപോലെ തന്നെ ബിയറുണ്ട്. അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്ന് ഈ ആൽക്കഹോളിന്റെ അംശം കുറച്ചുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ അംശം കുറഞ്ഞ ഒരു മദ്യത്തെ കൂടി രംഗത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ 2 കമ്പനിയാണ് ഇന്ത്യയിലുള്ളൂ. അതിനകത്ത് ബക്കാഡി എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഗവൺമെന്റുമായി പഴയ ഇത് അച്യുതാനന്ദന്റെ കാലഘട്ടം മുതൽ ആ കമ്പനി ഇവിടെ ആ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ ഗവൺമെന്റ് അതിനകത്തൊരു വേറൊരു തലം കാണിച്ചു. കശുമാവ് കർഷകരിൽ നിന്ന് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നതിൽ ഒരു അപകടമുണ്ട്. അപകടം എന്താ വെച്ചാൽ ഇത് കശുമാങ്ങയിൽ നിന്നോ പൈനാപ്പിളിൽ നിന്നോ കൈതച്ചക്കയിൽ നിന്നോ ഒന്നും കൊണ്ടുവരാനല്ല ഈ ഗവൺമെന്റ് പറഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യം ഡയറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. അതിനകത്ത് എന്താ വ്യത്യാസം? ഒന്ന്, പഴവർഗ്ഗങ്ങളിൽ ഉണ്ടാകുന്ന സ്പിരിറ്റ് ഉണ്ട്. അതും സ്പിരിറ്റ്
എന്ന് പറയുന്നത് തന്നെ അതിന്റെ വീര്യം കുറഞ്ഞ് നിർമ്മിക്കുന്നത്, വീര്യം കുറഞ്ഞ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യമാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്. അതിനൊരു സ്ലാബ് നിശ്ചയിച്ച് ഇറക്കാൻ വേണ്ടി കമ്പനിയുമായിട്ട് ധാരണയിലാകാം എന്നതിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും ഡീൽ ഉണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ചാൽ വീര്യം കൂടിയ ആളുകള് ഇതിനകത്തേക്ക് തിരിച്ചു വരുമെന്നും പുതിയ തലമുറ കടുത്ത വീര്യത്തിലേക്ക് പോകുമില്ലെന്നുള്ള ഒരു വിചിത്ര വാദമാണ് ഉന്നയിക്കുന്നത്. ആ ഉന്നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് മദ്യം ഒരാളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. മദ്യം ഉപയോഗിക്കുമ്പോഴും രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും ഡോപ്പാമീൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അത് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദ അനുഭൂതി ആ മനുഷ്യനെ സൃഷ്ടിക്കും. അപ്പൊ ചില ബ്രെയിനുകൾ ഇത് പെട്ടെന്ന് അഡിക്റ്റ് ആവുന്ന ബ്രെയിനാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായി കിട്ടുന്ന വിനോദങ്ങളിലൂടെ അല്ലെങ്കിൽ സൗഹൃദങ്ങളിലൂടെ സെക്സിലൂടെ ഒക്കെ കിട്ടാവുന്ന സന്തോഷത്തിന് ഉപരിയായിട്ട് ഇപ്പൊ നമുക്ക് ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ഒരു 10 കിട്ടണമെങ്കിൽ ഒരു ശാരീരികത്തിൽ ഏർപ്പെടുമ്പോൾ അത് 100 500 മാറാം. എന്നാൽ ഈ മദ്യം കഴിക്കുമ്പോൾ അത് 1000 MDMA പോലുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ 25,000 1,00,000 ഒക്കെ ആയിട്ട് ഡോപ്പമിന്റെ അളവ് വർദ്ധിക്കും. അപ്പൊ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദ അനുഭൂതികളിലൂടെ ആദ്യ ഘട്ടങ്ങളിൽ ഇവൻ കടന്നുപോകും. അങ്ങനെ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഡോപ്പമിന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കാൻ തലച്ചോർ ഇടപെടും. അങ്ങനെ തലച്ചോറിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉൾപ്പെടെ നമ്മുടെ ചിന്തയും വികാരത്തെയും നിയന്ത്രിക്കുന്ന ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉൾപ്പെടെ പല രാസമാറ്റങ്ങൾക്കും വിധേയമായി. അപ്പൊ ഒരു സംഭവം അഡിക്റ്റഡ് ബ്രെയിനിലുണ്ടാവും. ആ ബ്രെയിൻ പിന്നീട് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നോ വിനോദങ്ങളിൽ നിന്നോ സംഘം ചേരുന്നതിലൊക്കെ ഉണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തെ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് മദ്യം കിട്ടിയാൽ മാത്രമേ ആഹ്ലാദം, രാസലഹരി കിട്ടിയാൽ മാത്രമേ ആഹ്ലാദം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നീട് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെഗ് കഴിച്ചാൽ അവന് നേരത്തെ കിട്ടിയ ആഹ്ലാദം ഉണ്ടാവില്ല. അപ്പൊ അവൻ കൂടുതൽ പെഗിലേക്ക് പോവുകയും കൂടുതൽ രാസലഹരി മറ്റു വസ്തുക്കളിലേക്ക് പോവുകയും ചെയ്യും. ക്രമേണ അവർ അഡിക്റ്റ് ആയി തീരും. അതുകൊണ്ട് ആദ്യത്തെ പെഗ് തന്നെ നമുക്ക് ഡേഞ്ചറസ് ആണെന്നുള്ള വാദമാണ് മദ്യനിരോധന പ്രസ്ഥാനക്കാർ ഉപയോഗിക്കുന്നത്. കാരണം ഇത് അഡിക്റ്റഡ് ആയിട്ടുള്ള ആസക്തിയുള്ള ഒരു ബ്രെയിൻ കെമിസ്ട്രി ഉള്ള ആളാണെങ്കിൽ അവൻ ആദ്യത്തെ പെഗ് കഴിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം അതേ സമയത്ത് ഇതിനോടുള്ള എന്തെന്നില്ലാത്തൊരു ദാഹം തോന്നും, കൊതി തോന്നും. അവൻ വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കും. എന്നാൽ ചിലർ പറയാറുണ്ട് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നുള്ള പേരിൽ പറയും. അങ്ങനെ ഒരു ഡ്രിങ്കിങ് ഇല്ല. കാരണം അത് ആസക്തിയുള്ള ബ്രെയിനെ സംബന്ധിച്ച് അവന് മദ്യത്തിലേക്ക് തന്നെ പോയാൽ മാത്രമേ ആനന്ദം കിട്ടുള്ളൂ. അല്ലാത്ത ബ്രെയിൻ കെമിസ്ട്രി ഉള്ളവരെ അത് ബാധിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്രകാരമുള്ള ഒരു ബ്രെയിൻ കെമിസ്ട്രി അല്ല ഒരാളുടെ തിരിച്ചറിയാനോ പരീക്ഷിച്ചറിയാനുള്ള മാർഗമൊന്നും നമ്മുടെ കയ്യിലില്ല. ഏത് ബ്രെയിൻ കെമിസ്ട്രി ഉള്ള ആളാണ് അങ്ങനെ പോകുന്നത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനും ആസക്തിയിലേക്ക് പോകുന്ന ആദ്യഘട്ടം ആദ്യത്തെ പെക്ക് തന്നെയാണ്, ആദ്യത്തെ ദ്വീപയോഗം തന്നെയാണ്. അതുകൊണ്ട് വീര്യം കുറഞ്ഞാലും ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നുകൂടി ഇത് സൂചിപ്പിക്കാം. അങ്ങനെ ആയിപ്പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞേക്കാം, നമ്മള് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ പോലെ തന്നെ ഇത് മദ്യപാനം നിർത്താനും ലഹരി ആസക്തി നിർത്താനുള്ള മരുന്നുകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതിനകത്തേക്ക് പോകാനുള്ള അവന്റെ ആസക്തിയുടെ തലത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന നിരവധി തവണയുണ്ട്. എന്നാലും നമ്മൾ 100 പേര് മദ്യാസക്തരായി പോയാൽ നമ്മൾ 60ഓളം പേര് അതിൽ തന്നെ ആയിപ്പോകാം. 40ഓളം വരെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പി വേണം, ചികിത്സകൾ വേണം. AA ഗ്രൂപ്പ് പോലുള്ള അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തലങ്ങൾ ഈ രാജ്യത്ത് വ്യാപകമായിട്ടുണ്ട്. അപ്പൊ മദ്യപാന ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, ലഹരി വിരുദ്ധ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ആ ചികിത്സാ കേന്ദ്രങ്ങളെ കൂടി ഇവരെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ത്രിമുഖ സമീപനം വേണം. ഒന്ന് റിസ്ക് റിഡക്ഷനാണ്. ഇപ്പൊ ലഹരി ആസക്തിയിലേക്ക് പോയ മനുഷ്യരെ ചികിത്സിച്ച് സുഖപ്പെടുത്തണം, അല്ലെങ്കിൽ അവൻ ആ സമയത്ത് അത് ചോദിക്കും. രണ്ടാമത് ഇപ്പൊ നമ്മൾ 47 ലക്ഷത്തോളം ആളുകൾ മദ്യപാനാസക്തരാണ്. അവരിത് കിട്ടാണ്ടായി കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തുക. അപ്പോ രണ്ടാമത് നമുക്ക് ഈ ബോധവൽക്കരണ പ്രക്രിയയിലൂടെ നമുക്ക് ഡിമാൻഡ് കുറയ്ക്കാം, പുതിയ തലമുറ ആവശ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗിച്ച ആളുകളെ ചികിത്സിക്കുമ്പോൾ അവർക്ക് വേണ്ട പുതിയ തലമുറയ്ക്ക് വേണ്ടാതിരിക്കുന്ന സാഹചര്യം ബോധവൽക്കരണം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഡിമാൻഡ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഡിമാൻഡ് സപ്ലൈ റിഡക്ഷൻ, അതാണ് റിസ്ക്, ഡിമാൻഡ്, സപ്ലൈ. ഈ ത്രിമുഖ സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ വിഷയത്തിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഗവൺമെന്റ് അപ്രകാരമുള്ള ചിന്ത
ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ എല്ലാവിധ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ മദ്യത്തെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മദ്യവും കൂടി അതിനകത്ത് ലഹരിയുടെ പട്ടികയിൽ പെടുത്തി ഒരു സമ്പൂർണ്ണ ലഹരി വിരുദ്ധ രാജ്യം സൃഷ്ടിക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും ലഹരി ഒരു സമൂഹത്തെ തകർക്കുന്ന വിപത്താണ് എന്ന് അറിഞ്ഞിട്ടും പൊതുജനാരോഗ്യവും കുടുംബങ്ങളുടെ സുരക്ഷയും സാമൂഹിക ഉത്തരവാദിത്വവും വകവയ്ക്കാതെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. സമഗ്രവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു മദ്യനയം കേരളത്തിന് അത്യാവശ്യം തന്നെയാണ്. ഇത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ തലമുറയെ ലഹരി വിമുക്ത ഭാവിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജോയ്സ് മാത്യു. ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.